ഒരാൾ 9:30, ഒരാൾ 10, മറ്റൊരാൾ 10:30. നിങ്ങളുടെ തോന്നിവാസത്തിന് കയറി വരാൻ ഇത് ചന്തയല്ല. ഇങ്ങനെ തല ഉലിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഉത്തരം വേണം. ഇന്ന് 9 മണിക്ക് ഞാൻ വരുമ്പോൾ ഈ സ്റ്റേഷനിൽ തൂപ്പുകാരി മാത്രം. 3 4 പരാതിക്കാർ മുറ്റത്തുണ്ട്, ഉദ്യോഗസ്ഥരെയും കാത്ത്. താമസിച്ച് വരുന്നതിന് നിങ്ങൾക്ക് ഓരോരോ റീസൺ കാണും. പക്ഷെ എനിക്കതല്ല വേണ്ടത്. സബീന, ഇന്ന് എത്ര മണിക്കാ വന്നത്? 10:30. 10:30. എന്റെ കുടുംബജീവിതത്തിൽ വിള്ളൽ വീഴാതിരിക്കാനാ സാർ ഞാൻ അത്രയും ലേറ്റ് ആയത്. ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി ഇക്ക എന്നെ മൊഴി ചൊല്ലാൻ. ഇന്ന് 8:30 ഇക്ക എന്നെ ദുബായിന്ന് വിളിച്ചായിരുന്നു. ഞാനിപ്പോ ബാത്റൂമിലായിരുന്നു. ഇറങ്ങി വന്നപ്പോ ഉമ്മ പറഞ്ഞു ഇക്ക ഇനിയും വിളിക്കും, വിളി വന്നിട്ട് സ്റ്റേഷനിൽ പോകാവൂന്ന്. പിന്നെ ഇക്ക വിളിച്ചപ്പോ 10:15 എന്നിട്ട് 60 രൂപ മുടക്കി ഓട്ടോ വിളിച്ചിട്ടാ ഞാൻ ഇവിടെ എത്തിയത് 10:30. നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബം നോക്കാനല്ല. നമ്മൾ ജോലി ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. ചെറിയ ചെറിയ കുടുംബങ്ങൾ ചേർന്നതല്ലേ സർ സമൂഹം? കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സമൂഹം ഉണ്ടാവുന്നത്? ആ കുടുംബങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ സമൂഹവും മോശപ്പെട്ട വഴിയെ പോകും. അപ്പൊ ആ കുടുംബങ്ങളുടെ നല്ല നടത്തിപ്പിനായി ജോലി സ്ഥലത്ത് ഒരല്പം താമസിച്ചു വന്ന എന്താ സർ കുഴപ്പം? സമൂഹം നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സാറിനെ പോലൊരു മതി. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഷയത്തിലേക്ക് അധികം കടക്കണ്ട. നിങ്ങൾ താമസിച്ചു വന്നത് ശരിയാണോ തെറ്റാണോ? അതിപ്പോ കൃത്യമായ എന്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മതി. യെസ് ഓർ നോ. അങ്ങനെ ഒരു ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല. വൈ? ചില കാര്യങ്ങൾക്ക് ഒറ്റവാക്ക് മറുപടി കുഴപ്പമുണ്ടാക്കും സർ. എന്തു കുഴപ്പം? ഒരു ചെറിയ ഉദാഹരണം പറയാൻ അനുവദിക്കുമെങ്കിൽ. പറയ്. സാറിന് മറ്റൊരു പെൺകുട്ടിയോടുണ്ടായിരുന്ന പ്രണയബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടോ സർ? അങ്ങനെ ഒരു ചോദ്യം സാറിനോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും സാറിന്റെ ഒറ്റവാക്കിൽ മറുപടി? യെസ് ഓർ നോ? യെസ് എന്ന് പറഞ്ഞാൽ ബന്ധം ഇപ്പോഴും ഉണ്ടെന്ന്, നോ എന്നാണെങ്കിൽ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പലപ്പോഴും ഒറ്റവാക്ക് മറുപടി കുഴപ്പമുണ്ടാക്കുന്നു. ഈ വാചക കസരത്തിൽ കാണിക്കുന്ന മിടുക്ക് ജോലിക്കാര്യത്തിൽ കൂടെ കാണിക്കണം. കാണിക്കാം സർ. എല്ലാരോടും കൂടി പറയുക, നാളെ മുതൽ ഈ സ്റ്റേഷനിൽ ഞാൻ അടക്കമുള്ള എല്ലാ സ്റ്റാഫും രാവിലെ 8:30 ഇവിടെ ഹാജരായിരിക്കണം. ആരെങ്കിലും 8:30 ശേഷം ഇവിടെ വന്നാൽ അയാളിൽ നിന്നും 500 രൂപ ഫൈൻ ഈടാക്കുന്നതായിരിക്കും. എന്റെ 500 ഇതുവരെ കേട്ടിട്ടില്ലേ? 5 2 0 500. താമസിച്ചു വരുന്നവർ 500 രൂപ പിഴ അടച്ചിട്ട് ജോലി തുടങ്ങിയാൽ മതി. ഇത് ഈ സ്റ്റേഷന്റെ ചുമതലയുള്ള SI പ്രതാപചന്ദ്രന്റെ കർശനമായ നിർദ്ദേശമാണ്. ഈ സ്റ്റേഷനിൽ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 500 ഇച്ചിരി അന്യായമായി പോയി സാർ. ഒരു അന്യായവും ഇല്ല. നിങ്ങളെ പോലുള്ളവർ കൃത്യനിഷ്ഠ എന്താണെന്ന് പഠിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കയ്യിൽ നിന്ന് പോകണം. നമ്മൾ കടുത്ത ശിക്ഷണത്തിന് സ്വയം വിധേയരാവണം. ഓരോ ദിവസത്തെയും ജോലികൾ നിങ്ങൾ തലേ ദിവസം തന്നെ ക്രമീകരിക്കണം. ജോലി, കുടുംബ ചുമതലകൾ, ആഹാരം, വിനോദം എന്നീ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം കണക്കിലെടുത്ത് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും സമയമില്ല സാർ. അതെന്തുകൊണ്ടാ? ഒന്നിനും കൃത്യനിഷ്ഠയില്ല. ഒരു ദിവസത്തെ മുഴുവൻ ജോലികളും മുൻകൂട്ടി ക്രമീകരിച്ചാൽ 24 മണിക്കൂർ എന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കാതിരിക്കുക. അതാണ് ജീവിതത്തിന്റെ മൂലധനം എന്നാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്നത്. അറിയൂ? ആരാ ചേച്ചി ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ? നമ്മുടെ മുൻ DGP ആയിരുന്നു. നമ്മുടെ തലപ്പത്തും വിവരമുള്ളവരുണ്ടായിരുന്നല്ലേ? അതെ. ജോലി സമയത്ത് ജോലി സംബന്ധമല്ലാത്ത സൗഹൃദ സംഭാഷണങ്ങൾ അത് നേരിട്ടായാലും ഫോണിലൂടെ ആയാലും ഒഴിവാക്കണം. ജോലി സമയം ജോലിക്കായി വേണ്ടി മാത്രം മാറ്റിവെക്കണമെന്ന് മനസ്സിലായോ? അപ്പൊ ഇനിയൊരു പറച്ചിലില്ല. കൃത്യനിഷ്ഠ പാലിക്കാത്തവരുടെ കയ്യിൽ നിന്നും 500 രൂപ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പോവാൻ. പുരുഷോത്തമൻ സാറേ, SI പ്രതാപചന്ദ്രന്റെ ഈ തീരുമാനം നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ആലിസ പെതുക്കെ, സ്റ്റേഷനിലെ പ്രശ്നം നിങ്ങളുടെ കുടുംബ പ്രശ്നമായി മാറ്റണ്ട. 100 രൂപ ആയിരുന്നേ കൊടുക്കായിരുന്നു. ഇതിപ്പോ 500 രൂപ. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ശമ്പളം കാണില്ല. 8:30 വരണമെന്ന് പ്രതാപ സാറ് നിർബന്ധം പിടിച്ചാ വീട്ടിൽ പോവാതെ ഇവിടെ കിടക്കണതാണ് നല്ലത്. അപ്പൊ രാത്രി 8:30 ശേഷം സബാഷിന്റെ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ ആരും വേണ്ടേ? ഇതിപ്പോ ജോലിയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്നല്ലേ പ്രതാപ സാറ് പറയുന്നത്?
അങ്ങനെ പറഞ്ഞില്ലല്ലോ. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകണമെന്നാ സാറ് പറഞ്ഞത്. സാറേ, പോലീസ് അസോസിയേഷനിൽ നമുക്കൊരു പരാതി കൊടുത്താലോ? എന്തു പറഞ്ഞ? എസ് ഐയുടെ പരിഷ്കാരങ്ങൾ നമ്മളെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് കാട്ടി. ആലിസേ, കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകണ്ടെന്ന് ഒരു അസോസിയേഷനും പറയത്തില്ല. എന്നാ 500 രൂപ ഫൈൻ ഈടാക്കുന്നെന്ന് പരാതിപ്പെട്ടാലോ? അപ്പോഴെന്തിനാണ് ഈ ഫൈൻ ഈടാക്കുന്നതെന്ന് അസോസിയേഷൻ അന്വേഷിക്കത്തില്ലേ? നമ്മൾ കൃത്യമായി എത്തുന്നില്ലെന്ന് അസോസിയേഷന്റെ അന്വേഷണത്തിൽ വരുത്തില്ലേ? അത് വേണോ ആലീസേ? ഇങ്ങനെ ഓരോന്നും നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഒടുക്ക ഈ സ്റ്റേഷനിൽ തന്നെ ജീവിതം ഹോമിക്കേണ്ടി വരും. ഒരാവശ്യമില്ലാതെ പോലീസുകാരെ തെറിവിളിക്കുന്ന പൊതുജനം നമ്മുടെ ഈ അവസ്ഥ വല്ലതും അറിയുന്നുണ്ടോ? സ്ഥലം എസ് ഐ പോലീസ് സ്റ്റേഷനിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കീഴ് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കാട്ടി ഹോം മിനിസ്റ്റർക്ക് ഒരു പരാതി കൊടുത്താലോ? ആലീസേ, എസ് ഐ പ്രതാപചന്ദ്രൻ ആലീസിന്റെ ഭർത്താവാണെന്നുള്ളത് മറന്നു പോരുത്. അത് അങ്ങ് വീട്ടില്. ഇവിടെ പ്രതാപചന്ദ്രൻ എസ് ഐയും നമ്മളെല്ലാം കീഴ് ജീവനക്കാരുവാ. നിങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാ ഇപ്പൊ എന്റെ കടമ. ആഭ്യന്തരമന്ത്രിക്ക് പരാതി അയച്ച് പ്രതാപൻ സാറിന് എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് ആലീസിനെ ബാധിക്കും. പരാതി അയക്കാൻ മുന്നിൽ നിന്നത് സ്വന്തം ഭാര്യയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കും. നമ്മുടെ പ്രശ്നം പ്രതാപ സാറിനെതിരെയുള്ള നടപടി അല്ലല്ലോ. 500 രൂപ ഫൈൻ അടിക്കുന്നത് തടയണം, അത്രയല്ലേ ഉള്ളൂ. ആ, ചേച്ചി ആത്മാർത്ഥമായി ശ്രമിച്ചാലേ ഈ ഫൈനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം അറിയേണ്ട കാര്യ. അതെ, ഫലപ്രദമായ ബെഡ്റൂം ഉപയോഗിച്ച നമുക്ക് 500 രൂപ നഷ്ടപ്പെടില്ല. ചേച്ചി മനസ്സ് വെച്ചാൽ നടക്കാം. ആ സമയത്ത് സമ്മതിപ്പിച്ചെടുക്കണം, പിന്നെ വാക്ക് മാറില്ല. ബെഡ്റൂമിലും പുസ്തക വായനയാണോ? അല്ലാതെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലല്ലോ. വാന്നേ, കിടക്കാന്നേ. ആലിസേ, നിനക്ക് കിടക്കണമെന്ന് തോന്നുമ്പോ കിടക്കാം, എനിക്ക് വായിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വായിക്കും. ചൊറിയണ്ട. പ്രതാപേട്ടാ, രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി മോളെ സ്കൂളിൽ വിട്ടിട്ട് 8:30 ആവുമ്പോ എങ്ങനെ സ്റ്റേഷനിലെത്തും? എത്തണമല്ലോ. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് 8 മണിക്ക് തോട്ടത്തിൽ പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അത് അവരല്ലേ? അങ്ങനെ അവരെങ്കിൽ ഇവരൊന്നുമില്ല. ജോലിയുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠ എല്ലാവർക്കും ഒരുപോലെയാ. നമുക്കൊരു 9:30 സമയനിഷ്ഠ വെക്കാതെ. എസ് ഐ പ്രതാപചന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും. അതുകൊണ്ടല്ലേ എസ് ഐ പ്രതാപചന്ദ്രനോട് അല്ല പ്രതാപേട്ടനോട് പറഞ്ഞത്. നീ ഇപ്പൊ 6:30 എഴുന്നേക്കുന്നത്, അത് 5:30 ആക്കിയാൽ എല്ലാ പ്രശ്നവും തീരും. അപ്പൊ ഞാൻ വീണ്ടും ബുദ്ധിമുട്ടണോ? ചില നല്ല ശീലങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത് നല്ലതാ. പ്രതാപേട്ട, ഗാന്ധിജിയുടെ പുസ്തകം വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചൊറിയുന്നേ. പ്ലീസ്. ആലിസേ, നീ എന്റെ ബലഹീനതയെ മുതലെടുത്ത് തീരുമാനം മാറ്റിക്കരുത്. അതല്ല പ്രതാപേട്ട, രാവിലെ 5:30 എങ്ങനെ എഴുന്നേക്കാനാ? പ്ലീസ് ഒന്ന് സമയം മാറ്റി തരുമോ? നീ കൈയ്യട്. ആഹാ, ഇത് എങ്ങോട്ടാ? ഇനി ഞാൻ ഇവിടെ കിടന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും നീ എന്റെ തീരുമാനം മാറ്റിക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് നാളെ രാവിലെ കൃത്യം 8:30 മുമ്പ് സ്റ്റേഷനിലെത്തിയേക്കണം. ഇല്ലെങ്കിൽ ഉറപ്പാ 500 രൂപ ഞാൻ ഫൈൻ അടിക്കും.
ഇത് രാവിലെ ഇതിനോടാണോ ഗുസ്തി? എന്റെ നേരെ കണ്ണുരുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. സമയാസമയങ്ങളിൽ സർവീസിന് കൊടുക്കണം. മനുഷ്യരെ പോലെ തന്നെ വാഹനങ്ങളും ശരിയായ രീതിയിൽ സർവീസ് നടത്തിയില്ലെങ്കിലേ പണി മുടക്കും. എന്താ സ്റ്റാർട്ട് ആവാത്തെന്ന് പ്രതാപേട്ടനൊന്ന് നോക്കിയേ. അതിന് ഞാൻ മോട്ടോർ മെക്കാനിക് അല്ല. ഒരു സ്കൂട്ടർ സ്റ്റാർട്ട് ആവാത്ത എന്താന്ന് നോക്കാൻ വലിയ എഞ്ചിനീയറിംഗ് ബിരുദമൊന്നും വേണ്ട. എങ്കിലേ നീ നോക്ക്. പ്രതാപേട്ടാ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ പിന്നെ ഇന്ന് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഇല്ലാതെ ഏത് നല്ല കാര്യത്തിനായി പോകുന്നേ? എസ് ഐ പ്രതാപചന്ദ്രൻ തച്ചങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഇന്നു മുതൽ ഒരു പഞ്ചിങ് സിസ്റ്റം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ 8:30 മുമ്പ് ഡ്യൂട്ടിയിൽ കയറി രജിസ്റ്ററിൽ സൈൻ ചെയ്തില്ല എങ്കിൽ 500 രൂപ ഫൈൻ അടിക്കുമെന്ന്. വനിതാ സിവിൽ പോലീസ് ഓഫീസർ അത് അറിഞ്ഞിരുന്നോ? ഇപ്പൊ സമയം 8 കഴിഞ്ഞു. സ്കൂട്ടർ കംപ്ലൈന്റ് ആയതിന് ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ പേരിൽ താമസിച്ചെത്തിയാൽ ഞാൻ ആദ്യം ഫൈൻ അടിക്കുന്ന നിന്നെയായിരിക്കും. പോലീസ് വാഹനത്തിൽ ഞെളിഞ്ഞിരുന്ന് പോകുന്നവർക്ക് കൃത്യസമയത്ത് സ്റ്റേഷനിൽ എത്താം. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടായി സമയം കുറച്ച് വൈകി പോയിന്നിരിക്കും. നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിന്ന് യൂണിഫോം ഇല്ലാതെ ഇറങ്ങിയത്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ ഓഫീസിൽ പോകുന്നത് അതേപോലെയാ ഞാനിന്ന് സ്റ്റേഷനിലെത്തുന്നത്. ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ആയിരിക്കും എസ് ഐ പ്രതാപചന്ദ്രൻ ഇന്ന് സ്റ്റേഷനിലെത്തുന്നതെന്ന്. അതുകൊണ്ട് സെബാസ്റ്റിനോട് വണ്ടി കൊണ്ടുവരണ്ട എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ സ്കൂട്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്, നമുക്ക് ഒന്നിച്ച് സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ ഇപ്പൊ നമുക്കൊന്നിക്കണ്ട. നീ തന്നെ സ്റ്റാർട്ടാക്കി ചെരുപ്പ് കുറച്ചങ്ങ് വന്നാ മതി. ചെരുപ്പ് അരച്ചോ? അതെന്തുവാ? അതൊരു പുതിയ ചൊല്ല. ബൈക്ക് ഓടിക്കുന്ന ആണുങ്ങൾ ക്ലച്ച് തീർക്കും, സ്കൂട്ടർ ഓടിക്കുന്ന പെണ്ണുങ്ങൾ ചെരുപ്പ് തേക്കും. 2 ചെരുപ്പം റോഡിലൂടെ ഉരച്ചൊരച്ചല്ലേ നിന്റെയൊക്കെ യാത്ര. ആഴ്ചയിൽ ചെരുപ്പ് മേടിച്ച് തന്നെ കുടുംബം മുടിയും. ഞാൻ എന്റെ സാലറി കൊണ്ടാ ചെരുപ്പ് വാങ്ങിക്കുന്നത്. മദ്യപിച്ച് ഭാര്യയുമായി വഴക്കിടുന്ന ഭർത്താക്കന്മാരും ഇത് തന്നെയാ പറയുന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് കള്ളു കുടിക്കുന്നതെന്ന്. അതെ, അവനവന്റെ കുടുംബത്തിലേക്ക് വരാനുള്ള പണമാണെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. ഓ, സമ്മതിച്ചു. ഞാന് ഈ കുടുംബം മുടിക്കുന്നത്. പക്ഷെ അതിനും കൂടി പ്രതാപേട്ട സമ്പാദിക്കുന്നത് കൊണ്ട് ഈ വീട്ടിൽ ഐശ്വര്യം വിളഞ്ഞാടുക. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും. അതിന്റെ കഠിന പ്രയത്നത്തിലാണ് ഞാൻ. പ്രയത്നം എന്നത്തേക്ക് പൂർത്തിയാവും? നമ്മൾ കർമ്മം ചെയ്യുക, ഫലം ഈശ്വരൻ തരും. നീ കേട്ടിട്ടില്ലേ, കഠിനാധ്വാനം പ്രവൃത്തിയുടെ ആത്മാവും സമൃദ്ധിയുടെ ആണിക്കല്ലുമാണെന്ന്. അതിന് മഹാന്മാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ വല്ലയിടത്തുനിന്ന് കിട്ടിയ അറിവായിരിക്കും സ്റ്റേഷനിലെ പുതിയ ഭരണപരിഷ്കാരം. ഈ പഞ്ചിങ് സിസ്റ്റം വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതാപേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ നാളുകളിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ പട്ടിക തയ്യാറാക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഭീരുക്കളും വിഡ്ഢികളും മാത്രമാണ് പ്രതിസന്ധികളെ കുറിച്ച് ആലോചിച്ച് മുൻകൂട്ടി ആശങ്കപ്പെടുന്നത്. എസ് ഐ പ്രതാപചന്ദ്രൻ അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എന്റെ കൂടെ വന്നാൽ 8:30 മുമ്പ് സ്റ്റേഷനിലെത്താം. ഇല്ലേ കയ്യിൽ നിന്ന് 500 പോവേ. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതുവാ. നമുക്ക് കാണാം. ഓ, കാണാം. എന്റെ മാതാവേ, എന്നെ 8:30 മുമ്പ് സ്റ്റേഷനിൽ എത്തിച്ച് 500 രൂപ ലാഭിച്ച ഞാനൊരു സ്വർണ്ണ നേർച്ച തന്നേക്കാവേ. സ്വർണ്ണ രൂപത്തിന് 1000 രൂപയെങ്കിലും ആവത്തില്ലയോ? എന്തിനാ സ്വർണം? ഒരു വെള്ളി രൂപത്തിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. എന്താ സെബാസ്റ്റ്യ? സാറേ 8:15 ഞാൻ വണ്ടിയായിട്ട് വരട്ടോ. സെബാസ്റ്റിനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് വണ്ടി വേണ്ട വണ്ടി വേണ്ടാന്ന്. അല്ല സാറേ, ഓട്ടോ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോ താമസിക്കില്ല സാർ. ബസ് പിടിക്കണോ, കാറ് പിടിക്കണോ, അതോ ഓട്ടോറിക്ഷ പിടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ ഹെൽമെറ്റ് എവിടാ? തോന്നി ദിവസം കാണിക്കാൻ ഇറങ്ങിക്കോളും. വണ്ടി ഇരിച്ച് സ്റ്റേഷനിലോട്ട് വിടാ. സാർ അത് വേണ്ട സാർ. നീയാണോ തീരുമാനിക്കുന്നത്? വണ്ടി തിരിക്കണ സ്റ്റേഷൻ തിരിച്ചു പോകില്ല. തല വിസ എടുത്ത് തറുതല പറയുന്നടാ. തിരിക്കണ വണ്ടി സ്റ്റേഷനിലേക്ക്. തിരിക്കടാ. സമയം 9:30 കഴിഞ്ഞല്ലോ ചേച്ചി. കൃത്യം 8:30 തന്നെ എല്ലാരും എത്തണമെന്ന് പറഞ്ഞ പ്രതാപ സാറിനെ ഇതുവരെ കാണാനില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകുന്ന ആളാ. സ്കൂട്ടർ ശരിയാവാത്തോണ്ട് ഓട്ടോ പിടിച്ച് വന്നതുകൊണ്ട് 8:25 ആയപ്പോ ഞാനിവിടെ എത്തി. പക്ഷെ പ്രതാപേട്ടൻ എവിടെ പോയി? മൊബൈലിൽ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് എന്ന മെസ്സേജും.
കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞ പ്രതാപൻ സാറ് തന്നെയാണ് ആദ്യ ദിനത്തിൽ അതങ്ങ് മുടക്കി. ഞാൻ വണ്ടിയായിട്ട് ചെല്ലാന്ന് പറഞ്ഞതാ, വേണ്ടെന്ന് പറഞ്ഞു. ഒരു സാധാരണ സർക്കാർ ജീവനക്കാരനെ പോലെ ബസ്സിലോ ഓട്ടോയിലോ വന്നോളാന്ന് പറഞ്ഞു. എന്നാലേ പ്രതാപേട്ടൻ എവിടെ പോയി? വീട്ടിലെ കാരണവർ കടുപ്പിലും ആകാവുന്നതാണല്ലോ. നമ്മൾ മാത്രം കൃത്യനിഷ്ഠ പാലിച്ചാൽ മതിയെന്നായിരിക്കും പ്രതാപൻ സാറിന്റെ തീരുമാനം. അത് അംഗീകരിച്ചു കൊടുക്കരുത്. പ്രതാപൻ സാർ തന്നെയാ പറഞ്ഞത് എല്ലാവരും ഇവിടെ സമയകൃത്യത പാലിക്കണമെന്ന്. മുൻ DGP പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. മുൻ DGP എന്ത് പറഞ്ഞു? ഇന്നലെ പ്രതാപ സാർ പറഞ്ഞില്ലേ, സമയമാണ് ജീവിതത്തിന്റെ മൂലധനമെന്ന്. ഏതോ ഒരു ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ആ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആ, അത് തന്നെ. അങ്ങനെ എപ്പോഴാണ് നമ്മുടെ DGP ആയത്? ചേച്ചിയല്ലേ പറഞ്ഞത്? അത് ഇവിടുത്തെ അല്ല, അമേരിക്കയിലെ DGP-യാ. ഓ, അങ്ങനെയായിരുന്നു. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാന്ന് അറിഞ്ഞുകൂടാത്ത ആളിനോടാ ആലീസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? അലീസെ, പ്രതാപൻ സാറിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അന്വേഷിച്ചു പോണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഒരു പുതിയ സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്ത് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥൻ കൃത്യവിലോപം കാട്ടിയിരിക്കുക. SI സാർ വരുമോന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് നമ്മളെല്ലാം കൂടി തീരുമാനിക്കും. രാവിലെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞായിരുന്നോ ചേച്ചി? രാവിലെ 8:30 മുൻപ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിറങ്ങിയ ആളാ. പതിവിന് വിരുദ്ധമായി സിവിൽ ഡ്രസ്സിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മഫ്റ്റിയിൽ എന്തോ അന്വേഷിക്കാൻ പോയതായിരിക്കും. എന്ത് പറ്റി സാറേ? എന്ത് പറ്റി? കൈ പിടിക്കരുത്. പറയാം. നീ എന്റെ പെങ്ങളെ കൈ കയറി പിടിക്കുക അല്ലടാ. അയ്യോ, എന്നെ അടിക്കല്ലേ. അയ്യോ, കാര്യം പറഞ്ഞിട്ടടിക്കേ. സാറ് സാറേ എന്ന് പറയായിരുന്നില്ലേ? പറഞ്ഞതാ, ഇടിക്കാനുള്ള ആവേശത്തെ ആരും കേട്ടില്ല. മര്യാദക്ക് രാവിലെ പോലീസ് വണ്ടിയിൽ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമായിരുന്നു. നടന്നോ ബസ്സിലോ എങ്ങനെ വന്നാലും 8:30 മുമ്പ് ഓഫീസിലെത്താൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നാലും ഈ ചെയ്തിത്ര അന്യായി പോയി. SI അടിച്ചവന്മാരൊന്നും വെറുതെ വിടരുത്. അവന്മാരെല്ലാം തൂക്കിയെടുത്ത് അകത്തിടണം. ആവേശം വേണ്ട. ഇനിയും താടനങ്ങളേറ്റു വാങ്ങാൻ എനിക്ക് വയ്യ. അതെ, തല SI കിട്ടി ഇടികിട്ടിയെന്ന് ഇപ്പൊ കുറച്ചു പേർക്കേ അറിയാവൂ. നിങ്ങളായിട്ടത് നാട്ടിപ്പാട്ടാക്കണ്ട, കേട്ടല്ലോ. ഈ കൈ പിടിക്കല്ലേ, ചതഞ്ഞിരിക്കുക. അതെ, ക്യാബിനിലേക്ക് കയറും മുമ്പ് ചെറിയൊരു ചടങ്ങുണ്ട്. എന്ത്? സമയം ഇപ്പൊ 9:30 കഴിഞ്ഞു. പ്രതാപൻ സാർ തന്നെ പറഞ്ഞത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും 8:30 മുൻപ് ഓഫീസിലെത്തണമെന്ന്. ഇല്ലെങ്കിൽ 500 രൂപ ഫൈൻ. SI ആരംഭിച്ച കൃത്യനിഷ്ഠ പരിപാടി SI തന്നെ തെറ്റിച്ചിരിക്കുന്നു. 500 രൂപ തന്നിട്ട് അകത്തേക്ക് പോയാൽ മതി. പറ്റിലെഴുതിക്ക, നാളെ തരാം. ഇക്കാര്യത്തിൽ പറ്റില്ല. ഒരു 500 രൂപ കൂടെ ഞാൻ നാളെ തരാം. ആ കൈ പിടിക്കല്ലേ, ഒടിഞ്ഞിരിക്കുക. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. എന്താണ് സാർ? കൃത്യനിഷ്ഠ പരിപാടി നാളെ മുതൽ ക്ലോസ്.